ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി വ്ളോഗാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ മാരേജിൻ്റെ മുന്നേ നിർത്തി വെച്ചിരുന്നു കരാട്ട ക്ലാസ്. ഞാൻ ഇപ്പോൾ പോവാറായിട്ട് എന്ന് പറഞ്ഞാൽ 2 year and 2.5 കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ കരാട്ട ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയി പോയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡ്രാഗൺ ഫാമിലി എല്ലാവരും കൂടി ഒത്തു കൂടുന്നുണ്ട് നമ്മളെ മന്നലാങ്കുന്ന് ബീച്ചിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം കുറേ ആയി എല്ലാവരും കണ്ടിട്ട്. മാരേജ് കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ അതിനിടെ ഞാൻ ക്ലാസ്സിന് പോയിട്ടേ ഇല്ല. അപ്പോൾ എല്ലാവരും കാണുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഇൻഷാ അല്ലാ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഗായ്സ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ബസ്സിനാണ് പോയത്. അങ്ങനെ ഞങ്ങൾ മന്നലാങ്കുന്ന് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് പോവാണ്ട് അങ്ങനെ നമ്മളെ മന്നലാങ്കുന്ന് ബീച്ചെത്തി. എന്താ പറയുക ഗൈസ്, അവിടെ എല്ലാവരെയും കണ്ടപ്പോൾ മനസ്സങ്ങ് നിറഞ്ഞു. എൻ്റെ പഴയ ലോകത്തേക്ക് പോയ പോലെ. കാരണം അത്രയും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു. എൻ്റെ വിദ്യാർത്ഥികൾ, സംബായ് സെൻസായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ സമ്മർ ക്യാമ്പിന് ഹാർദമായി സ്വാഗതം ചെയ്യാം. നമ്മള് ഇന്ന് ഈ സമ്മർ ക്യാമ്പ് ഇവിടെ നടത്താനുള്ള ഉദ്ദേശം ഇപ്പോ എല്ലാവർക്കും കാണാം. എല്ലാവരുടെ മുഖത്തും വളരെ സന്തോഷമാണ്. ഈ മനോഹരമായിട്ടുള്ള പിന്നെ നമ്മളെ സാറിൻ്റെ ഒരു അടിപൊളി സോങ് വെച്ച് അങ്ങോട്ട് തുടങ്ങി. പിന്നെ നമുക്ക് എവിടെ പാട്ട് കേട്ടാലും ഡാൻസ് കളിച്ചല്ലേ പറ്റൂ. അങ്ങനെ കുറേ കുട്ടികളെ ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഡാൻസ്. അങ്ങനെ ബോയ്സിൻ്റെ തകർപ്പൻ ഡാൻസ് തുടങ്ങി. ഞങ്ങളൊരു ബെറ്റൊക്കെ വെച്ച് തുടങ്ങിയാണ്. നിങ്ങൾ ഗേൾസിൻ്റെ എന്ന് ഞങ്ങൾ ബോയ്സിൻ്റെ ഡാൻസ് ഒന്ന് കണ്ടോക്കി. അപ്പം നമുക്കൊന്ന് കണ്ടാലോ? അടിപൊളിയാണ്. എന്നാലും ഞങ്ങളെ ഗേൾസിൻ്റെ ആ ഡാൻസിൻ്റെ അടുത്തേക്ക് എത്തില്ല. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായി കളിച്ചു. ഇത് പിന്നെ കണ്ടാൽ അറിയാലോ, നമ്മൾ ഇത്രയും ഒത്തുകൂടി തിരക്കൂടുന്ന ഓരോരോ സ്ഥലം ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചു. പിന്നെ അച്ചാറില്ലാതെ എന്ത് ബിരിയാണി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ അടിപൊളി സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല അടിപൊളി സ്പേസൊക്കെ കിട്ടി. നിങ്ങൾക്ക് കണ്ടാലേ അറിയാലോ, ആ ബീച്ചിൽ ആ കാറ്റൊക്കെ കൊണ്ട് നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോഴൊരു വൈബ്. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഷെബിന് സംഭായിൻ്റെ ഷെഫ്ന സംഭായിൻ്റെ ഒരു വൈബ് സോങ് ആയിരുന്നു എൻ്റെ പൊന്നു. കണ്ണോട് ഇമയായി സുഖமான സുവയായി ഇരു കൈയിൽ ഏന്തി താലാട്ടുവേനേ കാற்றോട് തலை കോരി നദിയോട് തവൈந்து ഉയിരോട് ഉയിരാക ഉറവാ. അങ്ങനെ യാത്രയൊക്കെ ചോദിച്ച് ഞാനും അമീറ സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 6 മണി വരെ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻഡിങ്ങിൽ പോവാം. പക്ഷെ ബേബിനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഇറങ്ങി. അങ്ങനെ എന്നെ ബസ് സ്റ്റോപ്പ് വരെ അമീറ സംഭായി കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.